അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. സോ ഈ ചടങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പറ്റിയ വൈദിക ശ്രേഷ്ഠനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് നമുക്ക് പ്രാർത്ഥിക്കാതെ മുൻപായിട്ട് പള്ളിയിൽ വെച്ച് നമ്മുടെ കുദാശന് ശേഷം ഒരു മെസ്സേജ് കൊടുത്തതാണ്. ഇനി അതിൻ്റെ കാര്യമില്ല, കാരണം ഇത്ര നമ്മൾ ലേറ്റായി. ഒരിക്കൽ കൂടി സെൻറ്റ് ജോൺസ് ഫാമിലിയുടെ, സെൻറ്റ് ജോൺസ് ശ്രീകോൾ ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും, പള്ളിയിലെ എല്ലാ ഭാരവാഹികളുടെയും സമാജം യൂത്ത് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ് നമ്മുടെ മണവാളൻ. യൂത്ത് അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സും, അതുപോലെ തന്നെ വനിതാ സമാജം, അതുപോലെ തന്നെ എല്ലാ സെൻറ്റ് പോൾസ്, നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഇതാണ് സെൻറ്റ് പോൾസ്. എല്ലാ ഭക്ത സംഘങ്ങളുടെ പേരിലും എല്ലാവിധമായ പ്രാർത്ഥന, പുതിയ കുടുംബത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ തരണത്തിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമാണ് വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. 3 ടേബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണെന്നറിയോ? ഡിവൈൻ ടേബിൾ, ഡൈനിങ് ടേബിൾ ആൻഡ് ഡയലോഗ് ടേബിൾ. പരസ്പരം സംസാരിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഒരുമിച്ച് ആഹാരം കഴിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തോടുകൂടെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് കലെടുത്ത് വയ്ക്കുമ്പോൾ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം നാം തുടങ്ങുന്നത്, ഏതൊരു സന്തോഷകർമ്മവും ആദ്യമായി തുടങ്ങുന്നത് എന്തിൽ നിന്നാണ്? മധുരം. We want to make a toast to our dear Bismi and Ajay and to their love, companionship and commitment forever. So Ajay, you are so lucky. നിങ്ങളുടെ ഈ ഹാപ്പിനെസ്സും ഈ ലവും നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you God for this wonderful moment. There are many friends from my company, workplace. Thank you for them. Unfortunately, they don't understand what we are speaking. Maybe my English too, but so I'm changing my language to my mother tongue for my convenience. Okay, so പ്രിയ ദൈവത്തിന് സ്തുതി. നമ്മുടെ ഈ ചാനലിൽ വെച്ച് അധികം കല്യാണം ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ഇവിടെ വിളിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ കല്യാണത്തിന് വന്ന എല്ലാവരോടും താങ്ക് യു. എസ്പെഷ്യലി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല, എന്നാൽ 2 പേരുടെ പേര് പറയണം.
ഒന്ന് ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛൻ ജിജു ജോസഫ് എനിക്കത് ഡൗട്ട് വന്നപ്പോഴും ഞാൻ അച്ഛനെയാണ് വിളിച്ചത്. എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. വിവാഹം വളരെ മനോഹരമായി നടത്തി തന്നു. പിന്നെ ഇവരുടെ ലോക്കൽ ഗാർഡിയൻസ് ഇവിടെ വൈൻ ടോസ്റ്റിങ്ങിന് വന്നത്. അത് പ്രസന്നാൻഡി ജോയി പൗലോസ് അങ്കിൾ അതുപോലെ ഭയങ്കര ക്ലോസാണ്. അതുപോലെ തന്നെ ഡോക്ടർ അങ്കിൾ വൈഫ് എല്ലാവരും എന്ത് പറയാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ച് ടെൻഷനിലാണ്. സോ താങ്ക് യു എവറി വൺ ഫോർ കമ്മിങ്. കുറേ പേരും എനിക്ക് ഫെമിലിയർ അല്ല, ഇവരുടെ ഫ്രണ്ട്സാണ്. എൻ്റെ ഫ്രണ്ട്സിനെ ഇവർക്ക് വലിയ ഫെമിലിയർ അല്ല. സോ പ്ലീസ് കം ടു ദ സ്റ്റേജ്. യു ക്യാൻ ടേക്ക് സം മെമ്മറീസ് ബിക്കോസ് ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. And so come forward, take pictures, and if you want to share anything, you can share. I know nobody will say anything wrong about me at this point, so this is my wedding, I have to go forward. So you guys can say anything, not bad things. Thank you. So guys, so let's enjoy food. Food arrange ചെയ്തിട്ടുണ്ട്. Our food is here. So let's enjoy our food, and DJ will start shortly afterwards. After all, wishing everyone a nice evening. Thank you very much. Shadows left behind, but they disappear with light. So leave me in the dark just one more time. Rainbows, searching for them in the night. To feel you closer, it only hurts. Tracing every line of our time. I keep on painting of you in gold. I never wanted so much as to feel you close. Don't keep me waiting with feelings I can't control. So I'ma be here painting the memories of me and you in gold, in gold. My fingers brush over spaces where you laid. Give visions I keep in a frame. I cherish every word as the truth. It's all that remains with you. Bring me to the light to give me closure, so I can search and trace a new line of my time. But I'll always keep painting the memories of you in gold. I never wanted so. ഇവരുടെ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയാം അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യത്തിനും വേണ്ടി എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അവരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. എനിക്കും ഇതൊരു വലിയ ദിവസമായിട്ടാണ് തോന്നുന്നത്. അടുത്ത് നിന്നെല്ലാം കണ്ട ഒരാളെന്നുള്ള രീതിയിൽ ഇവിടെ കൂടി എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. ഞാൻ ജസ്റ്റ് ഒരു 4 വരി പാട്ട്, എന്നെ കൊണ്ട് എടുത്താൽ പോകാത്തൊരു പാട്ടാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് 4 വരി പാടാം. കാരണം ഇത് ബിസ്മിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണെന്ന് എനിക്കറിയാം. തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചേക്കുക. പൂവൈത്തായ് പൂവൈത്തായ് മനപ്പൂവേ പൂവൈത്തായ് മനപ്പൂവിത്ത് പൂവിത്ത് പൂവൈക്ക് തീ വൈത്തായ്. ഓ നീരിൽ മഴയില്ലാട് நான்
blow a kiss to them all. Now they're asking for favors, and we're ignoring their calls. But looking back now, can't help but laugh. I made my own path. Hey, look at us now, with all that we have. Time to raise up a glass. It's gonna be a celebration. അദ്ദേഹം മിസ്സിന്റെ വെഡിങ് ആയിട്ട് ഇവരങ്ങനെ അത്ര എളുപ്പത്തിൽ നമുക്കങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ പണിയെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ. പല പല കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു, പക്ഷെ ഒന്നും ചെയ്യില്ലാന്ന് പറഞ്ഞു. ഡാൻസ് കളിക്കാമെന്ന് ചോദിച്ചു, പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ചെറിയൊരു ഗെയിം നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഒരു ചെറിയ ഷൂ ഗെയിം ആയാലോ? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് ചെയറിലേക്ക് ഇരുന്നോ. എന്നിട്ട് അജയുടെ ഒരു ചെരുപ്പ് ബിസ്മിക്ക് കൊടുക്കണം, ബിസ്മിയുടെ ഒരു ചെരുപ്പ് അജയ്ക്ക് കൊടുക്കണം. അവിടെ പോയി ഇരുന്നിട്ട് ചെയ്താൽ മതി. ചെരുപ്പ് ഇതിലൂടെ നമ്മൾക്ക് ഇവർക്ക് എത്ര കോമ്പാറ്റബിലിറ്റി ഉള്ളതാണ് അറിയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് തീരുമാനിക്കാം എത്ര മനപ്പൊരുത്തമുണ്ടെന്ന്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഹു ടേക്സ് ലോങ്ങർ ടു ഗെറ്റ് റെഡി. ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ഹു ഈസ് മോർ ഓർഗനൈസ്ഡ്. വൗ, അത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൻസർ അല്ല. ഡിസ്നിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഹു ഈസ് എ ബെറ്റർ കുക്ക്. എനിക്കാണ് ഇവരെ മര്യാദക്ക് അറിയാത്തത് കേട്ടോ. ഹു സ്പെൻഡ്സ് മോർ മണി. ഇതിപ്പോ ബിസ്മിക്ക് ഒന്നും ഇല്ലയോ. ഞാനിനി ബിസ്മിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യണം തോന്നുന്നു ക്വസ്റ്റ്യൻസ്. Who is more likely to start an argument? അതിന് ബിസ്മി സ്കോർ ചെയ്തു. Okay. Who apologizes first after a fight? Oh my God. Who is more romantic? Who is more stubborn? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരാ stubborn ഓഡിയൻസിന് തോന്നുന്നത്? Any suggestions? Okay. Who is more likely to get lost? സപ്പോസ് നിങ്ങൾ രണ്ടുപേരും ഒരു ക്രൗഡിലോ അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും പോയി എന്ന് വിചാരിക്കുക, വഴി തെറ്റി പോകാൻ ചാൻസ് ഉള്ള ആളാണ്. Okay. Who is a better driver? Who is more adventurous? ഇതിപ്പോ കൂടുതൽ സ്കോർ ചെയ്യുന്ന അജയാണ്. Who has better dance moves? ഇത് കഴിയുമ്പോൾ നമുക്ക് ആ ഡാൻസ് മൂവ്സ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഓക്കെ. Who is more likely to cry during a sad movie? Okay. Who has better sense of humor? ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു അജയ് തന്നെയാണ് സ്കോർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. Who is more likely to plan a spontaneous trip? അപ്പൊ രണ്ടുപേരും
സ്പോണ്ടേനിയസ് ആയിട്ട് ട്രിപ്സ് പ്ലാൻ ചെയ്യും? Who is more forgetful? Very good. ലൈഫിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, വളരെ വൺ സൈഡിൽ പോയി സെറ്റാവാതെ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് വിഷമിച്ചെങ്കിലും ഇന്ന് എനിക്ക് വിഷമമില്ല. കാരണം അവരെല്ലാവരും എന്നോട് പറയാതെ പോയാൽ നിനക്ക് ഇന്നത്തെ നല്ല പെണ്ണുകൾ കിട്ടും. ആ ഒരു ഡയലോഗ് വളരെ ശക്തമായി ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇത്. ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ്. സോ ഞാൻ 30+ ആയി. സ്വാഭാവികമായി എല്ലാ ചെറുപ്പക്കാരെ പോലെ ഒരു 26 കഴിഞ്ഞപ്പോൾ ഞാനും നൈസായിട്ട് പെണ്ണന്വേഷിച്ച് തുടങ്ങി, മാട്രിമോണിയിൽ അക്കൗണ്ട് തുടങ്ങി. ഒരു രക്ഷയില്ല. പിന്നീട് ഇതുപോലെ തന്നെ രക്ഷയില്ലാത്ത വേറൊരു ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ആ ഫ്രണ്ടാണ് ഇവളുടെ ബ്രദറിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഇവളെ കണ്ട ഫോട്ടോ, ഇവളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതവൻ എനിക്ക് അയച്ചു തന്നു. ആ ഫ്രണ്ടിനോട് നന്ദിയുണ്ട്. അങ്ങനെ ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. സ്വാഭാവികമായും സുന്ദരി അതുകൊണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പിന്നീട് എല്ലാ കോഴികളും ചെയ്യുന്ന പോലെ ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് അയച്ചു. ഇവളെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ തന്നെ നല്ല കുട്ടിയാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ വേറൊരു ഫ്രണ്ട് വഴി, ഒരു ഫ്രണ്ട് സുഹൃത്ത് വഴി ഇവൾക്ക് റിക്വസ്റ്റ് അയച്ചു. ഇവളെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള പ്രൊഫൈലിൽ ഇവിടെ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. എല്ലാവർക്കും അറിയുന്നറിയില്ല. ഇതൊരു ഫെദർ ആർട്ടാണ്. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ അതെന്താണെന്ന് ഗൂഗിൾ നോക്കി പഠിച്ചിട്ട് അതിൻ്റെ കുറേ സ്പെക്ടൊക്കെ വെച്ചിട്ട് ഇവളോട് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ച് ഇവളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഉണ്ടാക്കി തരാൻ നോക്കി. കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്താ പറയുക, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റല്ലേ വിട്ടു കളയാൻ പറ്റുമോ? പിന്നെ ഞാൻ ചാടി കയറി ഇവളോട് പ്രൊപ്പോസ് ചെയ്തു. ഇവള് നോ പറഞ്ഞു. അതെന്ന് വിചാരിച്ചു. ഇത് 6 മാസം നീണ്ടുന്ന സ്റ്റോറി കേട്ടോ. പിന്നെ എന്താ പറയുക, ലവ് ഫീലറായി, വിഷമമായി. കരച്ചിലും മദ്യമാണൊന്നുമില്ലല്ലോ. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചോദിച്ചു, ഒരുപാട് ഐഡിയാസ് കിട്ടി. പിന്നീട് ഇവളൊരു ചെയ്ത ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവളിടുന്ന പല സ്റ്റാറ്റസിലും ഞാൻ കയറി എന്തെങ്കിലുമൊക്കെ ചളിയിടുന്നു എന്ന വാക്കോട്ടായില്ല. പക്ഷെ ഒരിക്കലും എപ്പോഴും മെസ്സേജ് അയച്ച സമയത്ത് ഒരു ചളി വർക്കൗട്ടായി. ഇവളോട് ഞാൻ ചോദിച്ചു, നീ എന്തെടുക്കുവാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു, കഞ്ഞി കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻഷൻ, ഇവളെന്നെ കഞ്ഞി എന്ന് വിളിച്ചതാണോ, ശരിക്കും കഞ്ഞി കഴിക്കുമെന്നോ? ഞാൻ അപ്പം തന്നെ ഇവിടെ വിളിച്ചു, കുട്ടി ഉദ്ദേശിച്ചത് കഴിക്കുന്നത് കഞ്ഞിയാണ് എന്നാണോ അതോ എന്നെ കഞ്ഞി എന്നാണോ വിളിച്ചതെന്ന് ചോദിച്ചു. അതിലൊരു കോമഡി ഒന്നും എനിക്ക് തോന്നിയില്ല. ഏറ്റവും വലിയ കോമഡി തോന്നി. അവിടെ ഒരു സ്പാർക്ക് കിട്ടി. പിന്നെ എൻ്റെ നല്ലവനായ ഫ്രണ്ട് അവനോട് ഞാൻ പറഞ്ഞു, അറിയാതെ നടക്കുന്നു തോന്നല്ലാന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സെല്ലാം ഒറ്റ കുട്ടികളാണ്. അവൻ നേരെ പോയി ഇവളുടെ അപ്പൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പോയി ചോദിച്ചു, കാനഡയിൽ ഒരു നല്ല ചെക്കൻ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു ഗുണമായി. ഇവളുടെ അപ്പൻ ഇവളുടെ നാട്ടിൽ ചെന്നപ്പോൾ എന്താണ് ചോദിച്ചു, നിന്റെ ഒരു ചെക്കൻ കാനഡയിൽ നിന്ന് കല്യാണം ആലോചിച്ചല്ലോ, അവനറിയുമെന്ന് ചോദിച്ചു. പിന്നീട് സത്യം പറഞ്ഞ ഇവളുടെ ഫാദറിനോട് നന്ദി പറയണം. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഞാൻ ഭയങ്കര ട്രൂലറാണ്. മനസ്സിലാവില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല, അതിനോട് വേണ്ടി. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വീണ്ടും ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ ചാറ്റ് ചെയ്ത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പരസ്പരം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ചാറ്റ് ചെയ്തു, ഫ്രണ്ട്സായി, പിന്നെ ഡേറ്റ് ചെയ്തു. ആദ്യമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഫ്രണ്ടിൽ ഇപ്പോഴും ഞങ്ങൾക്ക് നമ്പർ ഒരു $2 കോഫിയും കുടിച്ച് 3-4 മണിക്കൂർ സംസാരിച്ചു.
അവിടെ തുടങ്ങിയതാണ്, ഇന്നും തീരാത്ത സംസാരമാണ്. ഇന്ന് അങ്ങോട്ട് സംസാരിക്കും. ഇനി ഇത് കണ്ട് ആരും റിക്വസ്റ്റ് അയക്കാൻ നിൽക്കണ്ടോ, ചിലപ്പോൾ ചെയ്യുന്നതല്ല. You're always on my mind.
चांद मेरा दिल है तो चांदनी तू मेरी है। चांद मेरा दिल है तो चांदनी तू मेरी है। बिन तेरी शुआओं के जिंदगी अंधेरी है। दिल मेरा धड़कता है बस तेरे इशारों पर। बिन तेरे पनाहों के दास्तां अधूरी है। बेकरारी तू ही मेरी और दिल का चैन भी तू ही तू मेरी मंजिल भी। चांद मेरा दिल है तो चांदनी तू मेरी है। बिन तेरी शुआओं के जिंदगी अंधेरी है। चांद मेरा दिल है तो चांदनी तू मेरी है।